അവിടേക്കെത്തിയ ദേവിന് എന്തായിരിക്കും ഇനി കൂട്ടിനുണ്ടാവുക? അജ്ഞാത ശക്തിയോ അതോ വീട്ടുകാരോ? നമുക്ക് ബാക്കി അറിയാം. പടിപ്പുര വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ തന്നെ നശിച്ചു തുടങ്ങിയ വലിയൊരു വീടും ചുറ്റുപാടും. പടിപ്പുരയുടെ ചുവരിൽ കുളത്തൂർ മഠം എന്ന് എഴുതിയത് കണ്ടതുകൊണ്ടാണ് വന്ന സ്ഥലം തെറ്റിയിട്ടില്ലെന്നുറപ്പിച്ചത്. ആ വലിയ മുറ്റം നടന്ന് ഉമ്മറത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്ന മണിയുടെ കയറിൽ പിടിച്ചു കുലുക്കി. നിശബ്ദതയിൽ ആ മണികുലുക്കം മുഴുങ്ങിക്കേട്ടു. അകത്തുനിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും വരുന്നയാളിനെ കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു ദേവ്. "ആരാ?" തമ്പുരാൻ ചോദിച്ചു. ദേവ് പുഞ്ചിരിയോടെ നിന്നു. "ഞാൻ ദേവ് കൃഷ്ണ. ഇവിടുത്തെ അമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നതാ. ഇവിടുത്തെ അനുവാദം വേണം." വന്ന കാര്യം അതുപോലെ പറഞ്ഞു. "സർക്കാർ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതാണോ?" ആ വരാന്തയിൽ നിന്നും ഭവ്യതയോടെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ചോദിച്ചു. "ഹേയ്, അല്ലല്ല. ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വന്നതാ. എൻ്റെ പഠിത്തത്തിന് വേണ്ടി." ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. സമ്മതം തരാനും മുടക്കം പറയാനും. ഈ ദേവിയെക്കുറിച്ച് അറിഞ്ഞ് ദൂരെ നിന്ന് വന്നതല്ലേ. നിരാശയാക്കുന്നില്ല. സ്വന്തം ആവശ്യത്തിന് വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മാറാതിരുന്നാൽ മതി. പിന്നെ അമ്പലത്തിലെ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാനും പറഞ്ഞു തരാം. ഇനിയുള്ള ഒരു തലമുറയും ഇവിടെ അറിയാതിരിക്കണ്ട. ഇതൊക്കെ പറയാൻ ഇനിയൊരു തലമുറ ഈ കുടുംബത്തിൽ ഇല്ലതാനും." അദ്ദേഹം സമ്മതം അറിയിച്ചുകൊണ്ട് പല പരിഭവങ്ങളും ഒറ്റയ്ക്ക് തീർക്കുന്ന മനസ്സോടെ പറഞ്ഞു. മുന്നോട്ട് നടന്നതും "എനിക്ക് വേറൊരു സഹായം കൂടി വേണം," ദേവ് വിളിച്ചു പറഞ്ഞു. നടപ്പ് നിർത്തി സംശയത്തോടെ തിരിഞ്ഞു നോക്കി തമ്പുരാൻ. "എനിക്ക് താമസത്തിനൊരു വീട്, ഒരു മുറിയായാലും മതി. വാടകയ്ക്കാണ്. തമ്പുരാൻ അറിയുന്ന എവിടെയായാലും മതി." ദേവിൻ്റെ ആവശ്യം കേട്ടതും ഒന്ന് ആലോചിച്ചു. "ഇവിടെ നിന്നൊരു മുറി തരപ്പെടുത്തിയാൽ മതിയോ? മറ്റുള്ള വീടുകളിലെ കാര്യങ്ങൾ അറിയില്ല." തറവാട് കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും ദേവ് തലകുലുക്കി സമ്മതിച്ചു. മുന്നോട്ട് നടന്ന തമ്പുരാൻ തിരിച്ചു നടന്നിട്ട് തറവാടിൻ്റെ വരാന്തയിലൂടെ കിഴക്ക് വശത്തേക്ക് നടന്നു. കൂടെ ദേവിനെയും കൂട്ടി. വരാന്തയിൽ നിന്നും തന്നെ തുറക്കുന്ന ഒരു മുറി. ഇടുങ്ങിയതല്ലാത്ത ഒന്ന്. അടച്ചിട്ടിരുന്നതിനാൽ പൊടിയും മാറാലയുമാണ്. "ഈ മുറി മതിയാവൂ? പോരെങ്കിൽ വേറെ നോക്കാം." "കുളിമുറിയും കക്കൂസും പുറത്തുണ്ട്." വാതിൽപ്പടിയിൽ നിന്ന് എത്തി നോക്കുന്ന ദേവിനോട് ചോദിച്ചു അദ്ദേഹം. "മതി, ഇത് മതി." ദേവ് തമ്പുരാന് മറുപടി കൊടുത്തു. ഉടൻ തന്നെ ചൂലും ബക്കറ്റും വെള്ളവുമായി തമ്പുരാൻ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. ദേവ് പുറത്തേക്ക് പോയി പടിപ്പുരയുടെ ഇടതുവശത്തുള്ള വഴിയിലൂടെ ബുള്ളറ്റ് ഓട്ടിച്ച് മുറ്റത്തേക്ക് നിർത്തി. ബാഗും സാധനങ്ങളും എടുത്ത് വരാന്തയിൽ വയ്ക്കുമ്പോൾ അകത്തു നിന്ന് തമ്പുരാട്ടി ഇറങ്ങി വന്നു. ദേവ് ചെയ്യുന്നതെല്ലാം നോക്കിയിട്ട് അവർ തമ്പുരാൻ നിൽക്കുന്ന മുറിയിലേക്ക് പോയി. ദേവും അങ്ങോട്ട് നടന്നു. അവർ രണ്ടുപേരും മുറി വൃത്തിയാക്കിയിട്ടു. 2 പാളിയുള്ള ഒരു ജനലുണ്ട്. അത് തുറന്നിട്ടിരിക്കുന്നു. ഒരു ചെറിയ കട്ടിൽ മാത്രമേ അവിടെയുള്ളൂ. "കുട്ടി എവിടെന്നാ?" തമ്പുരാട്ടി ചോദിച്ചു. "പറഞ്ഞാൽ അറിയോ എന്നറിയില്ല. കുറച്ച് ദൂരെയാ." ബാഗ് കട്ടിലിലേക്ക് വെച്ച് മറുപടി കൊടുത്തു ദേവ്. പെട്ടെന്ന് റൂമിലേക്ക് ഒരാൾ കയറി വന്ന് കട്ടിലിലേക്ക് കയറിക്കിടന്നു. ദേവ് മുന്നിലുള്ള 2 പേരെയും മാറി മാറി നോക്കി. "മോനാ, ജന്മനാ സുഖമില്ലാത്തതാ. ജയ, എഴുന്നേൽക്ക്. ഇതാരാണെന്ന് നോക്കിക്കേ." ദേവിനോട് പറഞ്ഞുകൊണ്ട് മകനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി ആ അമ്മ. 35 വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ. ഒരു മുണ്ടും ബനിയനുമാണ് വേഷം. ദേവിനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. "കുട്ടി പേടിക്കണ്ട. എൻ്റെ മോൻ ആരെയും ഉപദ്രവിക്കില്ല." മകൻ്റെ തലയെ തടവി പറഞ്ഞുകൊണ്ട് അവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങി. വാതിൽപ്പടിയിലെത്തിയും തമ്പുരാട്ടി ദേവിനെ തിരിഞ്ഞു നോക്കി. "ഇന്നുച്ചയ്ക്ക് ഇവിടെ നിന്നാകാം. കഞ്ഞിയും പയറും ആയിരിക്കും. കുട്ടി കഴിക്കുമോ?" ചോദിച്ചതും കഴിക്കുമെന്ന് മറുപടി കൊടുത്തിട്ട് ദേവ് സാധനങ്ങൾ എടുത്തു വെച്ചു. "ചെറിയൊരു മേശ അപ്പുറത്തുണ്ട്. അത് ഇവിടെ കൊണ്ടിടാം. കട്ടിലിടാൻ മെത്തയും വിരിപ്പുമുണ്ട്. അത് കൊടുക്കാം." പറയവേ തന്നെ പുറത്തേക്ക് ഇറങ്ങി തമ്പുരാൻ. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി ദേവ്. വീട്ടിൽ വിളിച്ച് സംസാരിച്ചിട്ട് ചുറ്റുപാടും നോക്കി. അടുത്തൊന്നും വീടുകളില്ല. ഒറ്റപ്പെട്ട് കഴിയുന്ന പോലെയുണ്ട്. ഉച്ചഭക്ഷണവും അത്താഴവും അവിടെ നിന്ന് തന്നെയായിരുന്നു. എവിടെ നിന്ന് തുടങ്ങുമെന്ന ആലോചനയിലാണ് ദേവ് ഉറങ്ങിയത്. വെളുപ്പാങ്കാലം കതകിലെ തട്ട് കേട്ടാണ് ദേവ് ഉണർന്നു നോക്കിയത്. കതക് തുറന്നു നോക്കിയപ്പോൾ തമ്പുരാനാണ്. "തനിക്ക് ബുദ്ധിമുട്ടായോ? അമ്പലത്തിലെ കാര്യങ്ങൾ അറിയാൻ വന്നതല്ലേ. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇന്ന് വിശേഷ പൂജയുള്ള ദിവസമാണ്. കുളിച്ചു വന്നോളൂ. നമുക്ക് ഒരുമിച്ച് പോകാം." ദേവ് സന്തോഷത്തോടെ പോകാൻ വേണ്ടി തയ്യാറെടുത്തു. വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 3 പേരും ഒരുങ്ങി നിൽപ്പുണ്ട്. ജയൻ്റെ ഷർട്ട് ശരിയാക്കി ഇട്ടുകൊണ്ട് തമ്പുരാട്ടി ദേവിനെ കണ്ട് ചിരിച്ചു.
നാലുപേരും ഇറങ്ങി പടിപ്പുരയും കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ആളുകൾ കൂട്ടമായി പോകുന്നുണ്ട്. വൃത്തിയാക്കിയ വഴിയാണ്. നടന്നു പോകുമ്പോൾ തന്നെ കുറച്ചു ദൂരെ ദീപാലങ്കാരത്താൽ ഉയർന്നു നിൽക്കുന്ന അമ്പലം കാണാം. ആ കാഴ്ചയിൽ തന്നെ ദേവിൻ്റെ മനസ്സ് നിറഞ്ഞു. ബാക്കി അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.